രാജ്യത്ത് കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി വീണ ജോർജ്. താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയ ചെലവുള്ള കരൾമാറ്റ ശസ്ത്രക്രിയയടക്കം സൗജന്യമായാണ് കേരളത്തിൽ നൽകുന്നത്. 2021 2.5 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ 2024 6.5 ലക്ഷമായി ഉയർന്നു. താനൂരിൽ തുടങ്ങിയ നഴ്സിംഗ് കോളേജ് അടക്കം സർക്കാരിതര മേഖലയിൽ 15 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹികാരോഗ്യ കേന്ദ്രം, അതിന് മുകളിൽ നമ്മുടെ DHS കീഴിലുള്ള ആശുപത്രി, മറ്റാശുപത്രികൾ, പിന്നെ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് താഴെ പണ്ട് നമുക്ക് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നു. ആ സബ് സെന്ററുകൾ അടഞ്ഞു കിടക്കുകയാണ്. ആ സബ് സെന്ററുകളെ ഈ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി. 5417 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. തീരദേശ മേഖലയിലെ ആശ്രയ കേന്ദ്രമായ താനൂർ ആശുപത്രിയിൽ സ്പെഷ്യലൈസേഷൻ ചികിത്സകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സാങ്കേതിക തടസ്സമാവില്ലെന്ന് മന്ത്രി വീണ ജോർജ്. കോട്ടപ്പടി താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നേത്രരോഗ OP വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം പണിയുന്നതിന് സാങ്കേതികത തടസ്സമാവില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. 80 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച നേത്രരോഗ OP വിഭാഗവും 1,31 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്ററും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ കെട്ടിടം ഇത് അൺഫിറ്റാണ് എന്നുള്ളത് കണ്ടെത്തി അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, അതാണ് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയുന്നത്, ഒരു കാരണവശാലും ഒരു ആശുപത്രി പണി പൂർത്തീകരിച്ചാൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യരുത്. ഞാൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമാണ്. അപ്പോൾ ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നിർമ്മാണം മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഭരണാനുമതി ന്യൂനപക്ഷ വകുപ്പുമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി ലഭ്യമായാൽ ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ല. ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള, അതായത് 9,72 ലക്ഷം രൂപ ഇത്ര വർഷങ്ങളായിട്ട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശുപത്രിക്ക് കീഴിലെ ഡയാലിസിസ് സൗകര്യം ഡിസംബർ 25 മുൻപായി സാധ്യമാക്കും. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തുണ്ടായ മികവ് ഓരോ ആരോഗ്യ പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം.